വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ കാരുണ്യ പദ്ധതിയിൽ സർക്കാർ കാട്ടുന്നത് കടുത്ത അനീതിയെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ ജനം ടിവിയോട് 15% കുടിശ്ശിക മാത്രമാണ് ഇതുവരെ സർക്കാർ നൽകിയത്. കുടിശ്ശിക ഇനത്തിൽ ഇനിയും 600 കോടി രൂപ നൽകാനുണ്ടെന്നും അസോസിയേഷൻ പറയുന്നുണ്ട്. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ കൂടി. കാരുണ്യ പദ്ധതിയിൽ സർക്കാർ കാട്ടുന്നത് കടുത്ത അനീതി എന്നാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷൻ ജനം ടിവിയോട് വെളിപ്പെടുത്തിയത്. 15% കുടിശ്ശിക മാത്രമാണ് ഇതുവരെ സർക്കാർ നൽകിയതെന്നും അവർ പറയുന്നുണ്ട്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, കുടിശ്ശിക ഇനത്തിൽ ഇനിയും 600 കോടി രൂപ നൽകാനുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് ദേവിക. ഏറ്റവും സാധാരണക്കാർക്ക്, നിർധനരായ രോഗികൾക്ക് ഏറ്റവും ആശ്വാസകരമായ പദ്ധതിയാണ് കാസ്പ് അഥവാ കാരുണ്യ സുരക്ഷാ പദ്ധതി. ജനം ടിവി അതുമായി ബന്ധപ്പെട്ട് നിരന്തരം വാർത്തകൾ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ ചികിത്സയ്ക്കെത്തിയതിന് ശേഷം അവർക്ക് ഈ ആനുകൂല്യം ലഭ്യമല്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉൾപ്പെടെ എത്തിയവരോടാണ് ഭീമമായ തുക ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അടയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശം ആശുപത്രി അധികൃതർ പറഞ്ഞത്. തുടർന്ന് പണമില്ലാത്തതിനെ തുടർന്ന് അവർ തിരികെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിരവധി ആളുകൾ, ഈ ഹൃദ്രോഗികൾ ഉൾപ്പെടെ ഈ ശസ്ത്രക്രിയ കൃത്യസമയത്ത് നടത്താതെ നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ആശുപത്രിയിലെ കണക്കുകളിൽ നിന്നും വ്യക്തമാണ്. പലരും ചികിത്സ തേടാതെ മടങ്ങുകയാണ്. കാരണം ഇത്രയും വലിയ തുക നൽകി അവർക്ക് ചികിത്സിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പദ്ധതി ഇടത് സർക്കാരിന്റെ അഭിമാന നേട്ടമായി അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇത് ഭീമമായ തുകയാണ് ഇപ്പോൾ നിലവിൽ കുടിശ്ശികയായിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ കുടിശ്ശിക കാരണം എംപാനൽ ചെയ്ത ആശുപത്രികളിൽ കുറേയൊക്കെ ആശുപത്രികൾ സ്വമേധയെ തന്നെ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. ഇപ്പോൾ പ്രൈവറ്റ് അസോസിയേഷൻ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനാണ് ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ സമ്മർദ്ദത്തെ തുടർന്ന് വളരെ കുറച്ച് തുക അടുത്തിടെ നൽകിയിരുന്നു. പക്ഷേ ഇനിയും ഭീമമായൊരു തുക കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ടതും കുറച്ച് ആശുപത്രികൾക്ക് തന്നെ ഏതാണ്ട് 600 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. ഈ കുടിശ്ശിക തുക നൽകാതെ ഇനി പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് BPL കാർക്ക്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ആനുകൂല്യമാണ് സർക്കാരിന്റെ അനാസ്ഥ കാരണം ഇല്ലാതെ പോകുന്നത്. ഇതിൽ കേന്ദ്രവിഹിതം കൂടിയുണ്ട്. കേന്ദ്രവിഹിതം കൃത്യമായി തന്നെ സംസ്ഥാനത്തിന് ലഭ്യമാക്കുന്നുമുണ്ട്. പക്ഷേ ആ തുക വകമാറ്റി ചിലവഴിക്കുന്നതാണ് ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന ഒരു വിമർശനം. ഏതായാലും കാരുണ്യ എല്ലാ പാവപ്പെട്ട രോഗികൾക്കും വളരെ ആശ്വാസകരമായിട്ടുള്ള പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആ സ്വകാര്യ ആശുപത്രികൾ, നിരവധി ആശുപത്രികൾ ഈ പദ്ധതിയുമായി എംപാനൽ ചെയ്ത ആശുപത്രികളുണ്ട്. പക്ഷേ അവർക്ക് ഈ ഭീമമായ തുക താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ കാട്ടുന്നത് കടുത്ത അനീതിയാണ്, വഞ്ചനയാണ് എന്നുള്ളതാണ് സ്വകാര്യ ആശുപത്രികളുടെ അസോസിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവിക.